എ ടു ഇസഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പറും ഫെവിക്കോളും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ നമുക്ക് ആവശ്യമുണ്ട്. ഇതേപോലെ കട്ട് ചെയ്യാത്ത ന്യൂസ് പേപ്പർ, സെൻറ്റർ ഭാഗം കട്ട് ചെയ്യാത്ത ന്യൂസ് പേപ്പറാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതേപോലെ മടക്കാം. ഇങ്ങനെ മടക്കാം. ഇനി ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ മടക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രയും നീളം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അല്ലാതെ കട്ട് ചെയ്യാതെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലൊരു ചെറിയ കമ്പി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ച് ഒരു സൈഡിൽ നിന്ന് ചുറ്റിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കാം. കനം ഒട്ടും കൂടി പോകാതെ തന്നെ നമുക്ക് ചുറ്റിയെടുക്കണം. ഒരുപാട് കനം ആവാൻ പാടില്ല. ഇനി ഈ സൈഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു സൈഡും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നീളം നമുക്ക് ആ പേപ്പറിന് കിട്ടും. ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പേപ്പറും കൂടെ നമുക്കിതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ചുരുട്ടിയെടുത്ത ഒരു പേപ്പറിൻ്റെ എൻഡിലേക്ക് ഇതേപോലെ പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റൊരെണ്ണം വെച്ച് ഇതേപോലെ ജോയിൻ ചെയ്യാം. എന്നിട്ടത് മാറ്റി വെക്കാം. ഇതേപോലെ 6 നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 2 വെച്ച് ജോയിൻ ചെയ്ത് 6. ഇനി ഇതിൻ്റെ നടുഭാഗത്തും നമുക്കിതേപോലെ പശ തേച്ച് കൊടുക്കാം. നടുഭാഗത്ത് മാത്രം തേച്ചാൽ മതി. ഈ 3 പീസ് അതിൻ്റെ മണ്ടയിലോട്ടാണ് വെക്കുന്നത്. ആ ഭാഗം മാത്രം നമുക്ക് പശ തേച്ച് കൊടുത്താൽ മതി. ഇനി ഇതേപോലൊരു വെയിറ്റും കൂടെ നമുക്ക് പിടിച്ച് വെക്കാം. ഇത്രത്തോളം ഉണ്ട് കേട്ടോ നീളം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇത്രത്തോളം ഉണ്ട്. നമ്മൾ ചെയ്തത് ഇത്രത്തോളം വരും. ഇനി നമുക്ക് അതേപോലെ തന്നെ 2 ജോയിൻ ചെയ്ത് ഒരു പീസ് എടുക്കാം. ഇനി അത് 2 നമുക്കത് മടക്കിയെടുക്കാം. ഇതേപോലെ 2. ഇനി ഇതേപോലെ ആ 3 പീസിലോട്ട് നമുക്കിതേപോലെ കയറ്റി വെക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ. എന്നിട്ട് ഇതേപോലെ എടുക്കുക. അടിഭാഗത്തു നിന്ന് വന്ന പീസ് മുകളിൽ കൂടെ ഇങ്ങനെ വീണ്ടും അടിഭാഗത്ത് വന്ന പീസ് മുകളിൽ കൂടെ എടുത്ത് ഇതേപോലെ ആക്കുക. മറ്റേ പീസ് അടിഭാഗത്തോടെ എടുക്കുക. ഇതേപോലെ വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അടിഭാഗത്തോടെ വരുന്നത് മുകളിൽ കൂടെ ഇതേപോലെ നമ്മൾ ആ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അതേപോലെ കൊണ്ട് നിർത്താം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഇനി ഇവിടെ മുതലാണ് നമുക്കിനി ചെയ്യേണ്ടത്. ഓരോ പീസും ഇതേപോലെ എടുക്കാം. ഒന്ന് മുകളിലോട്ട് പൊക്കുമ്പോൾ ആ ഒരു പീസ് താഴോട്ട് ഇതേപോലെ പിരിച്ച് വെക്കുക. ഒരു പീസ് കയറ്റി കഴിഞ്ഞാൽ നമ്മളൊരു പിരി വിരിച്ചിട്ട് പിന്നെ അടുത്ത പീസ് അതിനകത്തോട്ട് കയറ്റി വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതേപോലെ ഒരു പീസ് നമ്മൾ വെച്ചിട്ട് ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും വെച്ച് പിരിച്ചാണ് കൊടുക്കുന്നത്. ഇതേപോലെ
ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും ഇതേപോലെ പിരിച്ച് അങ്ങ് പോയാൽ മതി. നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു പോകണം, ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ ചെയ്യണം. ഇത് തൊപ്പിയുടെ മണ്ടഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും തലവലിപ്പം അനുസരിച്ച് വേണം നമ്മൾ അത് ചെയ്യാൻ. ഒരുപാട് വലുതായിട്ട് ചെയ്യരുത്. തലയുടെ വലിപ്പം ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതി വേണം ചെയ്യാൻ. ഇതേപോലെ നമ്മൾ ചുറ്റുന്ന ആ പീസ് കുറച്ച് ദൂരത്തേക്കേ കാണത്തുള്ളൂ. വീണ്ടും നമ്മൾ ജോയിൻറ്റ് ചെയ്ത് പോകണം. ഇതേപോലെ പശ തേച്ചിട്ട് ഇതേപോലെ ജോയിൻ ചെയ്യണം. 2-3 എണ്ണം അടുപ്പിച്ച് ജോയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഒന്നിന് പുറമെ ഒന്നായിട്ട്. നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന പീസ് കേട്ടോ, ആദ്യം 2 പീസ് മടക്കിയെടുത്ത ആ പീസ് ഇത്രത്തോളം ആക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം കൂടെ എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും തലവലിപ്പം അനുസരിച്ച് വേണം എടുക്കാൻ. കുട്ടികൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയ ടിന്ന് വല്ലതും എടുത്താൽ മതി. വലിയവർക്കാണെങ്കിൽ ഇതേപോലുള്ള പാത്രങ്ങൾ വല്ലതും ഉപയോഗിക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചുറ്റി വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിൽ ഇതേപോലെ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിട്ട് തന്നെ സൈഡിൽ കൂടെ അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോവുകയാണ്. വ്യത്യാസമൊന്നുമില്ല, ആ രീതിയിൽ തന്നെയാണ് മൊത്തം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ചുറ്റി എടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ച് ചുറ്റിയെടുക്കാം. അഴിഞ്ഞു പോകത്തില്ല, എന്നാലും നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് മുഴുവനായിട്ടും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരെ ഞാൻ ചുറ്റിയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള. ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് പശ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ബ്രഷ് ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നതിൻ്റെ എല്ലാ ഗ്യാപ്പിലും ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ആ പാത്രത്തോട് കൂടി തന്നെ അടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വെളിയിറക്കുമ്പോൾ അതിൻ്റെ ആ ഷേപ്പിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതേ ഷേപ്പിൽ തന്നെ കിട്ടും, അഴിഞ്ഞു പോകത്തുമില്ല, ആ ഷേപ്പിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനി ഇവിടുന്നും നമ്മൾ പഴയത് ചെയ്ത പോലെ തന്നെ തറ വെച്ച് ചെയ്തു പോവുകയാണ്. ഇതേപോലെ ചുറ്റിയിട്ട് സൈഡിലോട്ട് പരത്തി കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ കൂട്ട് ഇതേപോലെ ചെയ്തിട്ട് സൈഡിലോട്ടൊന്ന് ഇതേപോലെ ഒന്ന് പരത്തി പോയാൽ മതി. ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ച് കെട്ടണം. ഇതേപോലെ ഇങ്ങനെ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ഇരിക്കും. ഇത് ഏകദേശം നമ്മൾ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. ആഘോഷമൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് അതീത്തി കിടക്കുന്ന എല്ലാ പീസുകളും നമുക്കിതിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്ത് ഫെവിക്കോൾ തേച്ച് ഇതേപോലെ വെച്ചാൽ മതി. ഇതേപോലെ ഫെവിക്കോൾ തേച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ എല്ലാ നീളമുള്ള പീസുകളും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇതേപോലെ നല്ലപോലെ ഫെവിക്കോൾ തേച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. പിന്നെ ഊരി പോകത്തില്ല, നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒരു ഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. നമ്മളിത് മൊത്തത്തിലൊന്ന് ഫെവിക്കോൾ ചെയ്യേണ്ട വീഡിയോ അത് എടുക്കാൻ പറ്റിയില്ല, ഇരുട്ടായിപ്പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മുഴുവനായിട്ടും ഒന്നും ബ്രഷ് ചെയ്യണം. ഫെവിക്കോൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത പോലെ
മുഴുവനായിട്ട് മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കണം. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇത് വീട്ടിൽ ചെയ്ത് നോക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കാട്ടിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.